ശരിക്കും പറഞ്ഞാൽ വലിയ പ്രചരണത്തിനൊന്നും കേസില്ല. അറിയാം എങ്ങനെയൊക്കെ. നമ്മളിപ്പോ പുൽപ്പള്ളിയിലേക്ക് വെക്കൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി വയനാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കപ്പ ബിരിയാണി കഴിക്കാൻ പോവാ. അതെ, അത് ശരിയാ. അപ്പൊ നമ്മുടെ ആശാന് കപ്പ ബിരിയാണി കഴിക്കണം എന്നാ പറഞ്ഞേ. നമുക്ക് പോയി നോക്കാം, കപ്പ ബിരിയാണി കിട്ടുമെന്ന് നോക്കി നോക്കാം. അതിനകത്ത് അവിടെ കപ്പ ബിരിയാണിക്കകത്ത് എല്ലും കൂട്ട് അധികം ഉണ്ടാവില്ല. ഉള്ള പീസായിരിക്കും. ഉള്ള പീസാണ്. പക്ഷെ അതിന് വില ഉണ്ടോ? 100 രൂപ തോന്നുന്നു കപ്പ ബിരിയാണി. ആണോ? രാജീവ് ഗാന്ധി ജംഗ്ഷൻ. ഇപ്പൊ ഇതിന്റെ സീസണാണ്. ഈ സീസൺ ഒരുപാട് ഈ സീസണിൽ കുറെ ഉണ്ട്. ചെറിയ പൂവല്ല, മരങ്ങളായിട്ടുള്ളത്. മരങ്ങളെല്ലാം കംപ്ലീറ്റ് ചോന്നത് വരദൂരം ഉണ്ടല്ലേ? അടിപൊളിയാണ്. അവിടെ 3-4 എടാ അതിനകത്ത് ഞാൻ വിചാരിച്ചു വെള്ളം ഉണ്ടാവുന്നു. വൈറ്റ് ഉണ്ടായത് നല്ല രസമായിരുന്നു. വൈറ്റ് ഇല്ലല്ലോ. വൈറ്റ് ഇല്ല. അവിടെ അതൊക്കെയുള്ള വയലറ്റ് തന്നെയല്ലേ ഉള്ളൂ. വയലറ്റ് പിന്നെ ആ റോസ് ഇല്ലേ? റോസ് ഒരു 3 കളർ പോലത്തെ കണ്ടു. കടവൊന്നുമില്ല. പടക്കക്കട അടവില്ല. ഞാൻ ആദ്യമായിട്ടോ പറയാ ഈ പടക്കക്കട സ്ഥിരമായിട്ട് ഒരു കൊല്ലം മൊത്തം കണ്ടിന്യൂ തുറക്കണ. കൊരങ്ങിനെ ഓടിക്കാനും ഇവര് അത്യാവശ്യം അങ്ങനെ എല്ലാം തുറക്കണം. ബാക്കി എല്ലാ പടക്കളി ഇവർക്ക് ആ സീസണിൽ 1 വർഷത്തേക്ക് നഷ്ടത്തിൽ ഓടിയാലുള്ള പൈസ കിട്ടും. അപ്പൊ പിന്നെ തുറന്നു വെച്ചാ ഉള്ളത് മതി. ഇവര് കൊറേ സ്ഥലത്തുണ്ടല്ലോ. കൊറേ ഉണ്ട്. മറ്റേ കാക്കവലിക്കല്ലേ പുതിയ വലിയ ഷോപ്പ് വന്നേക്കുന്നത്. അത് വരാ. അപ്പൊ നമ്മള് കേണിച്ചിറന്ന് തിരിയാണ് പുൽപ്പള്ളി. ഈ ഓല ചാർജാണ് 5.5-6 മണിക്കൂർ വേണമെന്നാണ്. ഫുൾ ചാർജ് ആവണല്ലോ. കിലോമീറ്റർ 140 കിലോമീറ്റർ. 140 കിലോമീറ്റർ 140. നിങ്ങളുടെ വണ്ടിക്കോ? 140 എന്റെ 105. 90 കിട്ടോ? ഏതറിന് 160 അങ്ങനെ കണ്ടിട്ട്. പക്ഷെ നമുക്കിവിടെ സർവീസ് സെന്ററില്ല. കോഴിക്കോട് കൊണ്ടോ? കോഴിക്കോട് കൊണ്ടോ? മറ്റു ചങ്ങാതി ഏതാ? സെലുവിന്റെ ഓലയാ? അത്യാവശ്യം എല്ലായിടത്തും ആയി. ഇലക്ട്രിക് സ്കൂട്ടികൾ കുറേ ആയി. വലിയ വീടല്ല, അതിന്റെ പ്ലാനിങ് നല്ല രസമുണ്ട്. അത് വർക്കായി നല്ല രസമാണ്. ഇപ്പൊ എല്ലാം ഗതിയില്ലാത്തമാരെ കൂടെ ആയി പോണം. സത്യറ അത് ഈ അടവിന് കിട്ടുന്നുണ്ടോ? സംഭവം അറിയോ? ഇവിടുന്ന് അവിടെ വരെ നടന്നു. ഈ റോഡ് ശരിക്കും പാസ്സാവില്ലേ? ഇത് എത്ര കാലമായില്ല പാസ്സായതാണല്ലോ. അതല്ലേ പാച്ച് വർക്ക് ചെയ്ത്. ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ചെയ്യാതിരിക്കുന്ന അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ റോഡൊപ്പം ഇത്ര ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് നമ്മുടെ റോഡിനല്ല 8 കോടി പാച്ച് വർക്ക് കണ്ടില്ല. അപ്പുറത്ത് പോയ അല്ല എന്നാലും ആദ്യത്തെ അടിച്ചിട്ട് മെച്ചുണ്ട് കേട്ടോ ഇത്തവണത്തെ പാച്ച് വർക്ക്. പണ്ടത്തെ അതിൽ കയറി കഴിഞ്ഞാൽ മലന്നടിച്ച് വീഴും. പക്ഷെ ബൈക്ക് കൊണ്ട് പോകുമ്പോ എന്താ പറയാ ഇതില് നേരെ പോയാ നേരെ പിടിക്കും. ഷാപ്പൊക്കെ അടവാണല്ലോ. നല്ല വണ്ടി. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഊമ്പും. അന്ന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു മാനുഷ്യനെ എടുക്കൂല. അതാണ് ഇങ്ങനത്തെ വണ്ടി. അതൊക്കെ ഇറങ്ങാത്ത വണ്ടി എടുത്താ പാള്. എടുക്കുന്നുണ്ട്. നല്ല വണ്ടിയാ. ഭയങ്കര രസമാണ് വണ്ടി. ഒരു അത് കേറി ഇരിക്കും മനസ്സിലാവുള്ളൂ. ഒരു ബീസ്റ്റ് ലുക്ക് വണ്ടി. ഒരു ബീസ്റ്റ് ലുക്ക് വണ്ടി. നല്ല സൗണ്ട്. നല്ല സൗണ്ട്. ഞാന് അത് 250 cc വണ്ടിക്ക് 3 ലക്ഷം രൂപ വില. ഞാനൊന്ന് കരുത് ഫോട്ടോ എടുത്തില്ലേ? 3 മോളിൽ പോകുന്ന പറഞ്ഞു. 310 ഓൺ റോഡ് റെഡി. വേറൊരു പൈസ കൊടുക്കണ്ട. വേണ്ട. 310 എടുക്കാല്ലേ? സമയം വരും. ഇന്നിപ്പോ നമ്മൾ മിക്കവാറും അതിന്റെ ഒരു അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ വേറെ വരൂടാ. നമ്മള് പൈസക്കാരായിരിക്കില്ല. പക്ഷെ നാളെ ഉള്ള സ്ഥിതി നമുക്കറിയില്ല.
അപ്പൊ നമുക്കിത് പെട്ടെന്ന് വില ചോദിക്കാൻ സമയം കിട്ടിയില്ല എടുത്താ പോരെ, അതുകൊണ്ട് അറിഞ്ഞു വെച്ചതാ. വില അറിഞ്ഞു നല്ലടാ. അതെ, ശരിയാ, നാളെ പെട്ടെന്നൊരു പൈസ വന്നു കഴിഞ്ഞാല് അതെ. എന്താ പറഞ്ഞിരുന്നേ? ട്രേഡിങ് എടാ 10,000 ഞാൻ പറഞ്ഞേ. 10,000. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നീ പറഞ്ഞ 2 ലക്ഷം കിട്ടൂലേന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താ അറിയോ, നമ്മളെ മൈൻഡ് സെറ്റ് ആവാതെ നമ്മളൊരു 20,000 പ്രോഫിറ്റ് ആയിന്ന് വെച്ചോ, അപ്പൊ തന്നെ വലിയ പേടി കൊടുക്കും മുകളിലോട്ട് പോവാൻ. ആണോ എൻവി? പക്ഷെ റിസ്ക് എടുക്കുന്നവന് അങ്ങനെ അതല്ല ഈ ശരിയാ, 50 പോയിട്ട് പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഉള്ള കൂടി പോലെ അത്രേ ഉള്ളൂ അല്ലേ? ശരി, ഇപ്പോഴും അതിന്റെ വാല്യൂ ഇടിയുന്നത് നമുക്ക് വരുന്നുണ്ടോ? ഇടിയും 2021 63 ലക്ഷം രൂപ കയറിയത്. ഡൗൺ ട്രെൻഡ് ആയിരുന്നു കഴിഞ്ഞ 2 കൊല്ലം. ഇപ്രാവശ്യം ആൽവിങ് കഴിഞ്ഞു, കഴിഞ്ഞ ആഴ്ച ആൽവിങ് കഴിഞ്ഞു. അതായത് എങ്ങനെയാ അറിയോ KNP, ബിറ്റ്കോയിൻ 6 എണ്ണം വെച്ച് കൊടുത്തോണ്ട് ഇപ്പൊ 4 എണ്ണം വെച്ച് കൊടുക്കും. അതായത് ഇതില് മൈൻ ചെയ്യുന്നവർക്ക്. അപ്പൊ ഇനി ഡിമാൻഡ് കൂടും, സപ്ലൈ കുറയുമ്പോ. ഇപ്പൊ നീ 80 ലക്ഷം ബിറ്റ്കോയിൻ ഒരു മൈൻ വെച്ചോ, 10 കൊല്ലം കഴിയുമ്പോ ചിലപ്പോ അത് 2 കോടി രൂപയാവും അല്ലേ? പണ്ട് വാങ്ങിച്ചിട്ട് പോലെ കത്തൂല, 2 കോടി രൂപ ആവാൻ ചാൻസ് ഉണ്ട്. പണ്ടമ്മ കേരള കയറിയത്. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ ബിറ്റ്കോയിൻ 1 കോടി രൂപ ആവില്ല? അല്ല, 1 ആവും ഇല്ലേ? ഇനി പറഞ്ഞിട്ട് പൈസ ഉള്ളവൻ പൈസ ഉണ്ടാക്കും. പക്ഷെ അന്ന് ആരും വാങ്ങിക്കില്ല, കാരണം എന്ന് വെച്ചാൽ ഭൂരിഭാഗം പേര് വാങ്ങിക്കില്ല. എന്ത് വാങ്ങാൻ ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചേ, ഇപ്പൊ നാളെ ഇപ്പൊ പുതിയൊരു മറ്റേ ഞാൻ പറഞ്ഞ എന്താ അറിയോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന മാത്രല്ലടാ, നമ്മളിപ്പോ കീപ്പ് ചെയ്യുന്ന പറഞ്ഞാല് സ്റ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കീപ്പ് ചെയ്യാന്നുള്ള കേസിലാണോ വരുന്നത്? അങ്ങനെ പറ്റില്ല. നിന്റെ ബാങ്കുമായിട്ട് ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഞാൻ പറ്റേ, നീ ഇന്ന് പോയി ബിറ്റ്കോയിൻ എന്ന് വാങ്ങിയിട്ട് ഇന്ന് നീ പുറത്തെടുത്തു, അപ്പൊ നിന്റെ ബാങ്കിലേക്ക് വരുന്നത് ഇത്ര കോടി രൂപയാണ്. അത് എവിടുന്ന് വന്നേ? ബ്ലോക്ക് ചെയിൻ ആണ് സംഭവം, അവിടുന്നാണ് വന്നത്. അതായത് വേറെ സോഴ്സാണ് സംഭവം. അപ്പൊ നിനക്ക് സോഴ്സ് എന്ന് പറയുന്നത് നിന്റെ കാര്യങ്ങൾ ബാങ്കുകാർ അറിയുന്നില്ല, സർക്കാർ അറിയുന്നില്ല, ഒന്നുമില്ല. നീ നൂറിൽപ്പെട്ട ഞാൻ സർക്കാർ. പറയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ബിറ്റ്കോയിൻ അത് ക്യാഷിലേക്ക് മണിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥ വരില്ലേ? ആ സമയത്ത് നമ്മൾ ഈ ഫണ്ട് ഒരുമിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണേ, ആ വിഷയം ടാക്സ് പിടിച്ചിട്ട് വരും. ടാക്സ് പിടിച്ചിട്ട് വരും. നമുക്ക് അതിന് സോഴ്സ് കാണിക്കണ്ടോ? സോഴ്സ് ഉണ്ടാവും, അതൊക്കെ സോഴ്സ് ഉണ്ട്, അതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഇട്ട് കണക്ക്. അല്ലടാ, അത് ടാക്സ് പിടിച്ചിട്ട് വരുള്ളൂ അക്കൗണ്ടിലേക്ക് വരുമ്പോ. നമുക്ക് അക്കൗണ്ടിലേക്ക് ഇടാം ഒരു 7 ലക്ഷം രൂപ മേലെ വരണമെന്നുണ്ടെങ്കിൽ അതിന് സോഴ്സ് കാണിക്കണ്ടേ? 10 കോടി ഒരു ദിവസം വരില്ല. അല്ല, ഒരു ദിവസം വരില്ല. 50,000 രൂപ അല്ലെങ്കിൽ അത് കൂടുതൽ പ്രീമിയം പോലെ ഇരിക്കും. സോഴ്സ് ഉണ്ടാവും. ഒരു ദിവസം ഇത്രയൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. കിടക്കും തീരുന്നവരെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആവേശത്തിന് ഫണ്ട് വാങ്ങിയിടുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് അന്ന് ഇത്രയും ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വേറെ ചെറിയ കേസ് പറഞ്ഞുതരാം. പണ്ട് 2010 ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പുറത്തു വിട്ടുന്നു, 5 ലക്ഷം രൂപയില്ലേ. ആ കുട്ടി പഠിച്ച് എല്ലാം കഴിഞ്ഞ് അവൻ ഒരു 10 കൊല്ലം പണിയെടുത്താലായിരിക്കും ആ പൈസ കിട്ടുക. അവൻ ഒരു പണിക്കുമ്പോഴാണ് 5 ലക്ഷം രൂപയ്ക്ക് ഒരു ബിറ്റ്കോയിൻ അന്ന് വാങ്ങിയിട്ടായിരുന്നേ. എന്തായി? അവൻ ഈ വയനാട്ടിലെ ഏറ്റവും വലിയ അതന്നെ, അവൻ ഈ വയനാട്ടിലെ ഏറ്റവും വലിയ ഓഡീഷനായിരുന്നു. നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ അവരൊക്കെ ചെയ്യുന്നുണ്ടാവില്ല? അവരിങ്ങനത്തെ സെലിബ്രിറ്റീസ് ഇത് ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടാവില്ല. ഈ ട്രേഡിങ് തന്നെ ഇപ്പൊ എന്തോരം പേരാ ചെയ്യുന്നത്. ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ ഷോപ്പുകൾ സക്സസ് റേറ്റ് ഇല്ലാത്ത സംഭവം ട്രേഡിങ്. അത് നിങ്ങൾ കാണുന്ന ചെയ്യുന്ന എല്ലാവരും തന്നെ പൈസ പൊക്കോണ്ടിരിക്കുന്നവര്. അല്ല, പൊക്കോണ്ടിരിക്കുന്നവരാ ഞാൻ കണ്ടിട്ടുള്ളതില് 50% പോവും. എടോ ഇത്രയും ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, ഇത്രയും പോയി, ഇത്രയും പോയി. അവരൊക്കെ ഇൻവെസ്റ്റേഴ്സാ, ട്രേഡേഴ്സ് അല്ല. ഇൻവെസ്റ്റേഴ്സിന് അധികം ലോസ് ആവില്ലടാ, ട്രേഡേഴ്സിന്റെ പൈസ പോലെ. അതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള സ്റ്റഡി ഇല്ലാത്തോണ്ടല്ലടാ അല്ലേ? അതിനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ യൂട്യൂബിൽ കുറെ പേരില്ലേ, അവരൊക്കെ പറഞ്ഞ കുറെ കോഴ്സ് വിൽക്കില്ല തന്നെ. കോഴ്സ് വെക്കുന്നത് എങ്ങനെ? കോഴ്സ് വെക്കുന്നത് ഇപ്പൊ ഞാൻ പറയാം, നാളെ യൂട്യൂബ് ചാനൽ തുടങ്ങി, എനിക്ക് അറിയാം, ഞാനെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു തരാം പറഞ്ഞിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. പക്ഷെ അവര് അതില് 100% സക്സസ് ആയവരായിരിക്കണോ ഇങ്ങനെ കോഴ്സ് ചെയ്യുന്നത്? അവർ സക്സസ് ആവില്ല. ഇപ്പൊ ഞാൻ നാളെ വന്നു, ഞാൻ എന്റെ കുറച്ച് പിയാൻഡല് അതായത് പ്രോഫിറ്റ് മാത്രം നിങ്ങളെ കാണിക്കും. അത് പറയും ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾ ഇത്ര ഫീസ് തന്നാൽ മതി, ലോസ് കാണിക്കില്ല. അത് ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പഠിപ്പിച്ചു തരാൻ എന്റെ കണ്ടന്റ് ഉണ്ട്, ലോസ് കാണിക്കൂല. അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പോലെ തന്നെ അതല്ല നല്ല കണ്ടന്റ് മാത്രം പെറുക്കി ഇടും. ഇന്നാളൊരുത്തനെ ബാൻ ചെയ്തു, ഒരു
യൂട്യൂബിൽ നിന്ന് തന്നെ ബാൻ ചെയ്തു. അവൻ നിർത്തിയില്ലേ? അവൻ ഭയങ്കര പഠിപ്പിക്കലേ, കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആശാന് ട്രേഡിംഗ് അക്കൗണ്ടിലെ ലോസ് 7 കോടി. 7 കോടി അല്ല 3 കോടി. കോഴ്സ് വിറ്റ് ഉണ്ടാക്കിയത് 7 കോടി. 4 കോടി അവന് കോഴ്സ് വിറ്റിട്ടുണ്ടാക്കി. അവൻ കോഴ്സ് വിറ്റ് ജീവിക്കുന്നത്. പക്ഷെ അത് ഇവര് കണ്ടിട്ട് അവരെങ്ങനെ കണ്ടെത്തിയാലും ഇതിന്റെ ഇതുണ്ട്, മറ്റേ നമ്മൾ സെബി രജിസ്റ്റർ ചെയ്യണം. സെബി അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. നമുക്കെന്ത് ഇപ്പം എനിക്കൊരു ചാനലിൽ കൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരണേല് ഞാൻ സെബി രജിസ്റ്റേർഡ് ആണെങ്കിലും എനിക്കത് പറഞ്ഞുതരാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാ അതിനെ കുറിച്ചുള്ള പറഞ്ഞിരുന്നില്ല. ആ ഓരോ സംഭവങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാട്ടോ. ശരിക്കും ഇല്ലീഗലാടാ. അവരുടെയൊക്കെ നിരോധിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഈ പരിപാടി ഒന്നും അതിനകത്തൊക്കെ ഇപ്പൊ ഇതില്ലല്ലോ. ഫൈനാൻസ് എടുത്ത് കളഞ്ഞു. ഓരോരോ കമ്പനീസിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് അവര് ക്യാഷ് വേണ്ട, ഓൺലി ബിറ്റ്കോയിൻസ്. എടാ ബിറ്റ്കോയിൻസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഒരു ഹാക്കിംഗ് നടന്നിട്ട് വട്ടം കറിക്കാൻ ചെങ്ങായിട്ടല്ലോടാ. അവർക്ക് മണി വേണ്ട. അവര് പറഞ്ഞിട്ട് അവർക്കറിയാം കിട്ടിക്കഴിഞ്ഞാല് ഡാർക്ക് വെബില് ബിറ്റ്കോയിൻ തന്നെ. അതേപോലെ ബ്ലോക്ക് ചെയിൻ വേറെ കോയിൻസിലാണ് കാരണം അതിന് സോഴ്സ് ഇല്ലടാ. അതാണ് കാപ്പി സെറ്റില് ഹോട്ടലിന്റെ പേരെന്താ? അഞ്ജലി മെസ്. അഞ്ജലി മെസ് പോയി നോക്കാം, കഴിക്കാം. ഇവിടുത്തെ ജിമ്മ് ഇതുപോലെ എംപവറിന്റെ ജിമ്മുണ്ട്. മീനങ്ങാടിയോ? മീനങ്ങാടി ചെണ്ടക്കുനിയുള്ള ജിമ്മില്ലേ? വലിയതാണോ ഇത്? ഇഷ്ടംപോലെ മിഷനറി സെന്ററാ. അവിടെ നല്ല മിഷനറീസ് ഉണ്ട്. എന്റെ മോനെ അത് കളറേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് ഇല്ല. മധുരമില്ലടാ. നല്ല വെയിലാണല്ലോടാ. ഒന്നാമത്തെ റോഡ് പഴുത്ത് നിൽക്കുന്നോണ്ടേ, റോഡ് ഇങ്ങനെ പഴുത്ത് നിൽക്കല്ലേ. നമ്മള് തോട്ടത്തിൽ കൂടെ ഇറങ്ങി നടക്കണ പോലെ അല്ലടാ. ആ ആവിക്കല് മൊത്തം നമുക്കല്ല അടിക്കുന്നത്. ഇതിലുള്ള തോട്ടത്തിൽ കൂടെ നടന്നിട്ടുണ്ടോ? മനസ്സിലായില്ല. വയനാട്ടിലില്ലേ ആദ്യത്തെ SBI പുൽപ്പള്ളി ബാങ്ക് ഇവിടെ ബാങ്ക് വില പുൽപ്പള്ളി ടൗണിലില്ലടാ. ഈ ബോഗൻവില്ല ശരിക്കും ഈ ഒരു വർഷം തോന്നുന്നു ബോഗൻവില്ല ഇത്രയും പൂത്ത്. ഭയങ്കരമായിട്ട് അതെന്താരോ ആൾക്കാർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തു. അത് മാത്രല്ല, അത് നമ്മളിപ്പോഴാണ് ശ്രദ്ധിച്ചത്. എല്ലാം പുതിയ വീടാ. സത്യം. അവിടെ വെക്കാൻ പറ്റിയ നല്ല ചെടികൾ എല്ലാരും വാങ്ങിക്കുന്ന കൂടെ ബോഗൻവില്ലുണ്ട്. എല്ലാരും വീട്ടിൽ ഉണ്ട്. ഇപ്പൊ പിന്നെ അതിന് പറ്റിയ ക്ലൈമറ്റ് കൂടി ആയിരിക്കും. പെരും വെയിലല്ലേ? അല്ല നമ്മൾ ഇത്രയും പൂവുണ്ട്, അതിപ്പോ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നോണ്ടാണോ? അല്ലടാ ഇപ്പൊ അത് ക്ലിക്കായി. 56 കവല എന്നിട്ട് ഒരു കവലയെ കാണുന്നുള്ളൂ. അവൻ പറഞ്ഞ മെസ്സ് കാപ്പിസെറ്റാണ്. കാപ്പിസെറ്റ് കഴിഞ്ഞു അതെ, കാപ്പിസെറ്റില് ഒരു ബസ് നമ്മൾ കണ്ടില്ലല്ലോ. കാപ്പിസെറ്റ് ടൗണിലല്ലേ നമ്മൾ പോയിട്ട് വന്നു. അവിടെ ബസ്സൊന്നും ഇല്ല. ബസ് ഉണ്ട്, വന്നിട്ടില്ല. ബസ്സല്ല അല്ല മച്ചീത് ഇപ്പൊ എന്തിനോട് നിർത്തിയ കിടിലം പേര് തൂപ്പറ. അതിന്റെ ഫോട്ടോ എടുക്കാൻ മൂടിയൊക്കെ ചെയ്തിട്ട് അതില് പോയ കാപ്പിസെറ്റ് പോയിട്ട് പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ പറയുന്ന പോലെ ഇതാണ് കട. ഇതാണ് കട. ഇത്ര വലിപ്പത്തിൽ കണ്ടിട്ട് താനത് കണ്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ കാപ്പി സെറ്റ് എന്ന് പറയുന്നതാണ് അടിക്കണം. ഇത് പിന്നെ എന്നാ പറയണ്ടേ? കാപ്പി സെറ്റ് ബാങ്ക് കവല അല്ലടാ, കാപ്പി സെറ്റ് ബാങ്ക് കവല പറയണടാ. അതെ കാപ്പി സെറ്റ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേറെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും അറിയോ? അത് കാപ്പി സെറ്റാന്ന് വെച്ച് കിണ്ണു അങ്ങോട്ട് കണ്ണു തുറന്ന് നോക്കണോ. അഞ്ജലി മെസ്. ഇതാണ് മെസ്സിലെ അവിടെ തള്ളുണ്ടല്ലോ. ഇല്ലടാ, ഞാനത് ഇവിടുത്തെ കഴിക്കാനായിട്ട് വന്ന കോപ്പ് ഇല്ലാന്ന് പറഞ്ഞപ്പോ അവസ്ഥ. ജ്യൂസ് അത് എത്രയൊക്കെ എടുത്താൽ പറ്റി? 40 ലക്ഷത്തിനോ? തുമ്പിയെ കിട്ടിയില്ല, വേറെ ഒരു മുയലിനെ കിട്ടി അല്ലേ? കപ്പ ബിരിയാണിക്ക് പകരം അയൽ മിൽക്ക്.
ആ